വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ച നടിയാണ് പാർവതി തിരുവോത്ത്. ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലൂടെയാണ് പാർവതി അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് നോട്ട്ബുക്ക്, സിറ്റി ഓഫ് ഗോഡ്, മരിയൻ, ചാർലി, ടേക്ക് ഓഫ് എന്നീ ചിത്രങ്ങളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. 2019 ഇറങ്ങിയ വൈറസ് എന്ന സിനിമയിലും ചാർലിയിലും എന്നും നിൻ്റെ മൊയ്തീനിലും ടേക്ക് ഓഫിലും പാർവതി അക്ഷരാർത്ഥത്തിൽ ജീവിക്കുക തന്നെയായിരുന്നു. 2017 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പാർവതിക്കായിരുന്നു. +2 പഠിക്കുമ്പോൾ ആണ് കിരൺ ടിവിയിൽ അവതാരകയായി എത്തുന്നത്. മലയാളത്തിന് പുറമെ തമിഴിലും ബോളിവുഡിലും പാർവതി തിരുവോത്ത് അഭിനയിച്ചിട്ടുണ്ട്. നോട്ട്ബുക്കിലെ അഭിനയത്തിന് നിരവധി പുരസ്കാരങ്ങൾ പാർവതി തേടിയെത്തിയിരുന്നു. 1960കളിൽ കേരളത്തിലെ മുക്കം എന്ന ഗ്രാമത്തിൽ നടന്ന കാഞ്ചനമാലയുടെയും മൊയ്തീൻ എന്ന യുവാവിൻ്റെയും പ്രണയകഥയാണ് എന്നും നിൻ്റെ മൊയ്തീൻ എന്ന പേരിൽ ഇറക്കിയ സിനിമ. മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയചിത്രങ്ങളിലൊന്നായി ഈ ചിത്രം വിലയിരുത്തപ്പെട്ടു. എന്നും നിൻ്റെ മൊയ്തീൻ, ചാർലി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് പാർവതി മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കി. ചാർലി എന്ന ചിത്രത്തിൽ പാർവതിക്കൊപ്പം ദുൽഖർ സൽമാൻ, അപർണ ഗോപിനാഥ്, നെടുമുടി വേണു എന്നിവരാണ് അഭിനയിച്ചത്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിലെ ടെസ്സ എന്ന കഥാപാത്രം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. 2019 പുറത്തിറങ്ങിയ ഉയിരെ, വൈറസ് എന്നീ ചിത്രങ്ങൾ പാർവതിയുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. നല്ല പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. WCC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിമൺ ഇൻ സിനിമ കളക്റ്റീവ് മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കായുള്ള സംഘടനയാണ്. ഈ സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് പാർവതി തിരുവോത്ത്. 2017 നവംബർ 1 മലയാള സിനിമയിൽ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നത്. സ്ത്രീവിരുദ്ധ സമ്പ്രദായങ്ങൾക്കെതിരെ സാമൂഹിക അവബോധം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലൊരു സംഘടന കൊണ്ടുവന്നത്. മലയാള സിനിമാ വ്യവസായത്തിൽ ലിംഗഭേദങ്ങളില്ലാതെയുള്ള തൊഴിലവസരം വനിതകൾക്ക് വേണം എന്നാണ് ഇവർ ആവശ്യം ഉന്നയിച്ചിരുന്നത്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡിയായ അഭിനയത്തിന് പുത്തൻ മാനങ്ങൾ രചിച്ച പ്രതിഭയാർന്ന പാർവതി തിരുവോത്തിന് ഇനിയും നല്ല നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് GPS മീഡിയ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊള്ളുന്നു.